രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കി സദസ്സിൽ ചിരി പടർത്താൻ എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഒരു താരവും ടീമുമാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ശ്വേത മേനോൻ ആൻഡ് ടീം. തിരുവനന്തപുരത്ത് മൊട്ട വേണ്ട പയല കണ്ണം തിരുവുകൾ എടുത്ത കണിശം കത്തിമോനെ പള്ളേക്ക്. ഹലോ എടാ അർക്കടാ, ഞാൻ വീട്ടിലില്ലടാ. എടേ ഇവിടെ നിയമസഭയിൽ പുസ്തകോത്സവം നടക്കല്ലേടാ. എടാ നീ വീട്ടിൽ കിഴങ്ങ് കിടക്ക് ഇരിക്കാതെ ഇങ്ങോട്ട് വാ. ഇപ്പഴാവുമ്പോ നിയമസഭയുടെ അകമൊക്കെ കയറി കാണാം. എടാ ഇന്നാവുമ്പോ ശ്വേതാ മേനോനും ടീമും ഒക്കെ ഉള്ള പരിപാടിയെ കൊണ്ടുവിടാ. എടാ ഒറ്റയ്ക്കല്ലടാ, എന്റെ പെണ്ണും പിള്ളേ ഉണ്ടെന്ന്. അവള് ഒന്നും കണ്ടിട്ടില്ലല്ലോ, അവള് കാസർഗോഡ് കാര്യല്ലേ. എടാ വക്കലടാ, ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ മറ്റേ ജലജന്റെ മോനെ കണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടാ, നീ അവനുമായിട്ട് കൂട്ടൊന്നും കൂടല്ലേ. അഴുക്ക പയലെന്ന് വെച്ചാ തന്തേക്കാളും മോശം. നീ ഫോൺ പോയി, ഞാൻ അവളെവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടെ. നിങ്ങ എന്തിനു ബഗ്ഗടി കളിച്ചോണ്ടിരിക്കുന്നേ? ഞാടല്ല നിങ്ങൾ എത്ര സമയം നോക്കിയറിയോ? നിങ്ങാടെ പാട് കുറേ ബുക്കെല്ലാം ഞാടെ മുകളിൽ പോയി എന്നിട്ട് കീഞ്ഞൊരു താഴെ പാഞ്ഞിട്ട് എടുക്കത്തുമ്പോഴേക്ക് നിങ്ങളെ കാണുന്നില്ല. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. എന്റെ ആറ്റുവാൽ അമ്മച്ചി, ഇതെന്തൊരു ഭാഷയാണോ എന്തോ. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഭാഷ തിരിയുന്നില്ല അല്ലെ? ഈ ഭാഷ കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ മംഗലം കഴിച്ചിനെ? എന്റെ പൊന്നു പെണ്ണെ, നിന്റെ കൂടെ ജീവിക്കണോണ്ട് നീ പറയണ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. ഇവിടെ നിൽക്കണ ഒറ്റ ആക്കും ഒരു പൂക്കും മനസ്സിലാവൂല. അതുകൊണ്ട് നീ വായും വെച്ചോണ്ട് മിണ്ടാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളെ ഭാഷ നല്ല ഭാഷ. നിങ്ങൾ എന്തെല്ലാം മിണ്ടുന്നത് അപ്പി കുപ്പി ഇന്ദര് കുന്തര്. എന്നിട്ട് നിങ്ങളെ ഭാഷ അല്ലേ നല്ലത്. ഇതെന്ത് ഭാഷ? തള്ളേ, നീ നമ്മളെ തിരുവനന്തപുരം ഭാഷ കളിയാക്കണ. നമ്മളെ പൈലകള് കേട്ടോണ്ടല്ലേ നിന്റെ മണ്ടക്കിട്ട് കൊട്ടടിച്ചു വിടും. നീ എന്തരൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരം ഭാഷയാണ് പൊളപ്പൈ, തിരുവനന്തപുരം ഭാഷയാണ് ഞെരിപ്പൈ. അതെന്നാ വർത്താനം പറഞ്ഞേ? ഇടാവേ, പിന്നെ കോട്ടയം ഭാഷ പിന്നെ കാണാൻ വെച്ചോക്കണോ? ആണ്ട്രാ ഒരു കോട്ടയംകാരൻ വന്നിരിക്കുന്നു. എടാ തിരുവനന്തപുരം ഭാഷ ഉണ്ടാ നല്ല പൊളപ്പം ഭാഷ. തീർന്ന് പിടയ്ക്കാതെ. നീയൊക്കെ ഇവിടെ എന്നാ തലകുത്തി പറഞ്ഞാലും ശരി, കോട്ടയം ഭാഷ എന്ന് പറഞ്ഞ അച്ചടി ഭാഷയാ, അക്ഷര നഗരിയാ കോട്ടയം. നിങ്ങൾ അക്ഷര നഗരിയെങ്കിലേ ഞങ്ങൾ സപ്തഭാഷ സംഗമ ഭൂമി ഇട്ടുവോ? നിങ്ങമുണ്ടോ 7 ഭാഷ ഒക്കെ? അച്ഛന്മാരെ അത് പള്ളി ചെന്ന് പറഞ്ഞ മതി. ഇംഗ്ലീഷ് നമുക്ക് പിന്നെ നോക്കാം. അതെ ബ്രോ, കൊച്ചി ഭാഷ എന്ന് പറഞ്ഞ പൊളിയാണ്, സെറ്റാണ്, സീനാണ്, ഡാർക്കാണ്, വേറെ വൈബാണ്. കബൂറാക്കാൻ നിക്കല്ലേ. വാ ചേച്ചി, തന്നെ തന്നെ. നിങ്ങളെ കൊച്ചി ഭാഷ ഞങ്ങൾ തോനെ കേട്ടിട്ടുണ്ട്. എന്താണ് മച്ചാനെ കൊച്ചി ഭാഷയ്ക്ക് കുഴപ്പം? ഓ ഇത് തന്നെ കുഴപ്പം. ഞങ്ങ പോണേണ്, വന്നേണ്, നിന്നേണ്, ഞങ്ങ നിങ്ങ. ഞങ്ങ പറയൂല, ഇങ്ങനെ പറയണത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല ആരാണ് എന്തരൊക്കെയാണ് പറയണെന്ന്. ഇടാവേ, ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കോട്ടയംകാരുടെ ഭാഷയാണ് ഭാഷ. ഗടിയെ ഒന്ന് നിർത്തിയേ. ഞാനും വരാം പൂരം കാണാൻ. എന്തുട്ടി പറയണേ? തൃശ്ശൂര് ഭാഷ എന്ന് പറഞ്ഞാൽ നല്ല ജിമ്മിട്ടം ഭാഷയാണ്. ഗഡിയല്ലേ, ഒരു കാര്യങ്ങൾ പറയട്ടാ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനാണ് തൃശ്ശൂര്. ഇതെന്തുട്ട് ഭാഷയാണ്? ഇതൊരു ജാതി ഭാഷയായിട്ട് വന്നിരിക്കട്ടാ. തൃശ്ശൂര് ഭാഷ എന്ന് പറഞ്ഞാൽ പെടയ്ക്കും. ഗഡിയെ പെടയ്ക്കൂട്ടാ. എന്ത് കൂട്ടാട്ടാ നിങ്ങൾ കൂടണത്? പാലക്കാട്ട് രാജാവുക്ക് ഒരു അപ്പാവി റാണി, അവ സേലക്കട്ട പാത പോതു അമ്മാമി പാണി. പാലക്കാട് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഭാഷയാണ്. മാത്രല്ല കേരളത്തിന്റെ നെല്ലറേണ്ട പാലക്കാട്. നെല്ലറ പാലക്കാടായിരിക്കും, പക്ഷെ മലയാളികൾ വയറ് നിറച്ച് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അരി അങ്ങ് ആന്ധ്ര എന്ന് പറഞ്ഞു. അത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് നെല്ലറയല്ലേ ഉള്ളൂ. ഞങ്ങൾക്കുള്ളതേ നിലവറയാണ്, നിലവറ. തള്ളേ, അതിലൊരു അറ തുറന്നുണ്ടല്ലേ, കേരളത്തിലെ 13 ജില്ല നമ്മൾ വാങ്ങിക്കും. മച്ചാനെ, അതിന്റെ 13 ജില്ലയല്ല 14 ജില്ല ഉണ്ട്. അതിന് നമ്മളെ തിരുവനന്തപുരം നമ്മൾ കൊടുക്കണില്ല. എന്റെ നിങ്ങൾ വാങ്ങിക്കുവോ വിൽക്കുവോ ഇതൊന്നും എനിക്കറിയണ്ട. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ശരി, വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോട്ടയത്ത് വരണം. നല്ല കപ്പ വെച്ചതും കൊടമ്പിളി ഇട്ട് വെച്ച മാത്തിക്കറി.
പിന്നെ ബീഫിന്റെ കാര്യം പറയണ്ട. അല്ലേ, ബീഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇവർക്ക് പെട്രോളിന് വില കൂടിയാലും സ്വർണത്തിന് വില കൂടിയാലും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ബീഫിനെങ്ങാനും വില കൂടിയ ഇവരൊക്കെ മണ്ട അറിഞ്ഞു ചാവും. തിന്നുന്ന കാര്യത്തിലല്ലേ ഇങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കില്ലേ ഗോളി വജ, ഉരുളിയിൽ പൊറുന്നത്, ഉണ്ടിയും തോരവെള്ളും, ഗഡ്ബഡ്, ചറുമുറു ഇതെല്ലാം തിന്നണമെങ്കിലല്ലേ നിങ്ങൾ ഞങ്ങളെ കാസർഗോഡ് തന്നെ വരണം. ഒന്ന് നിർത്തിക്കേ. നല്ല ഒന്നാം തര ഇറച്ചിച്ചോറും പോട്ടിക്കറിയും നല്ല ചെമ്മീൻ ഒളത്തിയതും കിട്ടണെങ്കിലേ ഞങ്ങളുടെ കൊച്ചി തന്നെ വെണ്ണം. നിങ്ങളൊക്കെ ഇത് എന്തൊക്കെയാണ് വിളിച്ച് പറയണത്? തിരുവനന്തപുരത്തോട്ട് വന്നിട്ട് നല്ല ദോശയും ചമ്മന്തിയും രസവടയും ഓംലേറ്റും പപ്പടവും കൂടെ ഞവടി കഴിച്ചിട്ടുണ്ടാ? അത് പോട്ട് ബോഞ്ചി വെള്ളം കുടിച്ചിട്ടുണ്ടാ? നിങ്ങൾ ആഹാരത്തിന്റെ കാര്യം വിട്. ഈ സിനിമാക്കാരൊക്കെ എവിടെ വന്നിട്ടാണ് സിനിമ പിടിക്കുന്നത്? നമ്മുടെ പാലക്കാടാണ്. അതും നമ്മുടെ വരിക്കാശ്ശേരി മനയിലാണ്ട മാനേ. ഇവിടുത്തെ സീനാക്കല്ലേ. ഏറ്റവും കൂടുതൽ സിനിമക്കാര് താമസിക്കുന്ന നമ്മുടെ കൊച്ചിയിലാണ് മച്ചാ. നേരാണ് നമ്മുടെ കൊച്ചി, ഇവ നമ്മുടെ മുത്താണ്. പറയാനുണ്ട് നമ്മുടെ കൊച്ചി, കഥ ചൊല്ലാൻ പലതാണ്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടി ജനിച്ചത് ഞങ്ങളുടെ കോട്ടയത്താ, വൈക്കത്തുള്ള ചെമ്പില്. അങ്ങനെയാണെങ്കിലേ മമ്മൂക്ക ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിച്ചത് നമ്മളെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞിട്ടാണ്, രാജമാണിക്യത്തില്. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? തീർന്നില്ല, ഇനിയുണ്ട്. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരൻ ലാലേട്ടൻ നമ്മളെ തിരുവനന്തപുരത്തുകാരനാണ്. എന്തുട്ട് വർത്താനം പറയണേ. നമ്മുടെ ലാലേട്ടൻ ജനിച്ചത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയാണെങ്കിലും അണ്ണന് പൂജപ്പുര മുടവ് മുകളിൽ വീടുണ്ട്. പഠിച്ചത് MG കോളേജിൽ. സംശയം ഉണ്ടെങ്കിൽ ഈ ഇരിക്കുന്നവരടുത്തൊക്കെ ചോദിച്ചു നോക്ക്. നിങ്ങൾ ഈ പറയുന്ന നടന്മാരെ പാടി അഭിനയിച്ച പാട്ടുകൾ പാടിയതേ ഗാനഗന്ധർവൻ ദാസേട്ടൻ ഞങ്ങളുടെ കൊച്ചിക്കാരനാണ്. തള്ളെ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് പൊളപ്പം പാട്ടുകാര്, MG അണ്ണൻ, ജാസി അണ്ണൻ, പിന്നെ മലയാളത്തിന്റെ വാനം പാടി നമ്മളെ ചിത്ര ചേച്ചി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പാലക്കാട് എത്ര പാട്ടുകാരുണ്ടെന്ന് നിങ്ങളുടെ വിചാരം? നിങ്ങൾ ഈ പറഞ്ഞ യേശുദാസിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എവിടത്തേരാണ്? പാലക്കാട്ടുകാരാണ്ടാ മാനെ. പോരങ്ങ പിടിച്ചോ. ശങ്കർ മഹാദേവൻ, P ഉണ്ണികൃഷ്ണൻ, P ലീല, സ്വർണലത, ഹരിഹരൻ, ഇനി എത്ര വേണം നിങ്ങൾക്ക് പറയ്. അപ്പൊ നിങ്ങൊന്നും മലബാറിലെ ഗസലും മാപ്പിളപ്പാട്ടൊന്നും കേട്ടിട്ടേ? അപ്പൊ ബാബുക്കാന്റെ പാട്ടൊന്നും നിങ്ങൾ കേട്ടിട്ടേ ഇല്ലേ? പഞ്ചവർണ്ണ പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര പാക്കുകൊണ്ട് നെഞ്ചു കളറും പൊന്നേ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് ഒരു പാട്ടുകാരൻ മതി. നാടൻ പാട്ടിന്റെ രാജകുമാരൻ, ചാലക്കുടിയുടെ മണിമുത്ത്, നമ്മുടെ കലാഭവൻ മണി. അങ്ങനെ കോട്ടയംകാരെ കൊച്ചാക്കി സംസാരിക്കൊന്നും ചെയ്യല്ലേ. കോട്ടയത്ത് നല്ല കിടുക്കം പാട്ടുകാരുണ്ട്. റിമി ടോമി, ജോണി കോട്ടയം, സിബി കോട്ടയം, ജോൺസൺ കോട്ടയം, രമേശൻ കോട്ടയം. ഈ റിമി ടോമി ഒക്കെ ബാക്കിയുള്ളത് കാരണേ അവരൊക്കെ റിമി ടോമിയുടെ കൂടെ പാടുന്നവരാ. എന്തിനടേ വെറുതെ സെൽഫ് ഗോൾ അടിക്കുന്നത്? വായും വെച്ചോണ്ട് മിണ്ടായിരടാ. നിങ്ങളില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സെൽഫ് ഗോൾ അടിക്കില്ല. നിങ്ങൾക്ക് ഗോൾ അടിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മലപ്പുറത്ത് വാ. എന്റെ അമ്മ, ആടെയല്ലേ കാൽപന്ത് കളിന്റെ ആവേശം. ഞങ്ങളുടെ കോട്ടയത്തെ പാലാപ്പള്ളി, പാറേപ്പള്ളി, പുതുപ്പള്ളി, ഇവിടുത്തെയൊക്കെ പെരുന്നാൾ കണ്ടിട്ടുണ്ടോ? അതാണ് ആവേശം. ആവേശം കാണണമെങ്കിൽ നമ്മുടെ തൃശ്ശൂര് വരണം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടാ? അതെ, കൊച്ചിയിലെ കാർണിവൽ കാണാൻ വന്നിട്ടുണ്ടാ? അവിടെ പപ്പാനിനെ കത്തിക്കുന്ന കണ്ടിട്ടുണ്ടാ? അതൊക്കെയാണ് ആവേശം.
തിരക്കാണ് തിരക്ക്. അയ്യടാ ജനത്തിരക്ക് കാണണമെങ്കിലേ നിങ്ങൾ തിരുവനന്തപുരത്ത് ആറ്റാൽ പൊങ്കാലയ്ക്ക് വാ. സൂചി കുത്താ സ്ഥലം കാണൂലല്ലോ. ഓരോ വർഷം കഴിയുമ്പോഴേ റെക്കോർഡുകൾ. ഇതൊക്കെ കൊണ്ടാണ് പറയണത് തിരുവനന്തപുരമാണ് ഞെരിപ്പൈ, തിരുവനന്തപുരമാണ് പൊളപ്പൈ. നിങ്ങൾ എന്താണ് നമ്മളെ കണ്ണൂരിനെ പറ്റി ഒരു വർത്തമാനം ഉണ്ടാത്ത്? നിങ്ങൾ എന്തെന്ന് മനുഷ്യനാണിപ്പാ? തെയ്യങ്ങളുടെയും ഉത്സവങ്ങളുടെയും കൂടി നാടാണ് നമ്മുടെ കണ്ണൂര്. നിങ്ങൾക്ക് തിരിഞ്ഞീനാ? അത് മാത്രമല്ലപ്പാ, നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാടാണ് നമ്മുടെ കണ്ണൂര്. അത് ശരിയായിരിക്കും, പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് നമ്മളെ തിരുവനന്തപുരത്ത് സ്റ്റാച്യൂലാണ്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ അധ്യക്ഷൻ സ്പീക്കർ അദ്ദേഹത്തിന്റെ കൂടെ നാടാണ് നമ്മുടെ ഈ കണ്ണൂര്. ഇടയെ അതും സമ്മതിച്ച്, പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന നിയമസഭയെ നിങ്ങളെ കണ്ണൂരല്ല, നമ്മളെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്താണ്. പോടാവേ, ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടയമാണ് കിടുക്കൻ. അതെ, ഒന്ന് നിർത്തോ, ഒന്ന് നിർത്താമോ? ഞങ്ങളോട് നിർത്താൻ പറയാൻ നീ ഏത് ജില്ലക്കാരനാടാവേ? ഞാൻ വയനാട് ജില്ലക്കാരനാ ചേട്ടാ. വയനാടാ? അതെ, കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നടന്ന ചൂരൽമലക്കാരനാ ചേട്ടാ ഞാൻ. ഞങ്ങളുടെ നാട് ഇങ്ങനൊരു ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിന്നപ്പോൾ ജില്ലകളുടെ അതിർവരമ്പുകളില്ലാതെ ജാതിയോ മതമോ നോക്കാതെ ഞങ്ങൾക്ക് കൈത്താങ്ങായത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ നന്ദിയോടുകൂടി പറയുക, നമുക്ക് ഈ ജില്ലകളുടെ തർക്കങ്ങളൊന്നും വേണ്ട ചേട്ടന്മാരെ. അത് ശരിയാ, ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടത്. എന്നും എപ്പോഴും നമ്മൾ മലയാളികൾ ഒന്നിച്ചാണ്, ഒരുമിച്ചാണ്. അപ്പൊ ഇനി നമ്മുടെ കലാപരിപാടി തുടങ്ങാം. ബാക്ക് ഓൺ ട്രാക്ക് അല്ലേ? നമുക്കിനി ഒരു പാട്ട് കേൾക്കാം. നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ ചിമ്മിട്ടുകളാണ് വരാൻ പോകുന്നത്. അതായത് ചെറുതുങ്ങളാണ്, പക്ഷേ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ പാട്ടാണ് നമ്മുടെ പിള്ളേരുടെ. സോ ലെറ്റ്സ് വെൽക്കം മെബിൻ ആൻഡ് ധ്രുവ. തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് പോകാതെ
തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാടി നിന്നെ ഇട്ട് 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 വൈകാതെ കൊഞ്ചമിട്ടിയില്ല കണ്ണേ கண்ணாடி நெஞ்சமந்து முன்னாடி வந்த நின்னு கண்ணாடி கிஞ்சரியே பாவி கொஞ்சரியே கொஞ்சம் மிஞ்சரியே ശൃംഗാര തേനിറച്ച് ചുണ്ടോട് ചേർത്തു വെച്ച് കൈയോടെ തന്നിടാതെ കളി ചൊല്ലിയില്ലേ കൊതി കൂട്ടിയില്ലേ കാതലൂ കാലയിൽ ആവകൾ താനേ ആശകൾ പാതയിൽ തെന്നലായി കൂടെ സമാസമായി നീ തോണാതെ രുമ്മ രുമ്മ കേട്ട് സീണ്ടാതെ തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ എട്ട് 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 വൈകാതെ കൊഞ്ചമിട്ടിയില്ല കണ്ണേ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നേരത്തെ രമേശ് ചേട്ടൻ വന്നു നമ്മളെല്ലാരെയും ചിരിപ്പിച്ചിട്ട് അങ്ങ് പോയല്ലേ. ആ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് ഞാൻ വീണ്ടും വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്വന്തം രമേശ് ചേട്ടനെ. നേരത്തെ മഞ്ചരി വന്ന് പുറത്തിറങ്ങി പാടുന്നത് കണ്ടു. പിള്ളേർ വന്ന് പാട്ടിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു, നമ്മുടെ കൂട്ടത്തിൽ ഈ ഞങ്ങളൊക്കെ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. വർഷത്തിൽ പല വേദികളിൽ പല സ്ഥലങ്ങളിൽ പോയി പാടുന്നു. നിങ്ങൾക്കാണ് പലപ്പോഴും ഇതിനുള്ള അവസരം കിട്ടാത്തതെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു മികച്ച പാട്ടുകാരനെ എൻ്റെ കൂട്ടത്തിൽ വിളിക്കുകയാണ്. നമുക്ക് നല്ല കൈഡി കൊടുത്തുകൊണ്ട് സുഹൃത്ത് വിഷ്ണുനാഥനെ വിളിക്കാം. ശ്രീ PC വിഷ്ണുനാഥ്. എന്തെങ്കിലും ജാമ്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആദ്യം എടുത്തോ, എന്നിട്ട് പാട്ടാണ്. ജാമ്യം ആദ്യം തന്നെ എടുക്കുകയാണ്. ഞങ്ങളൊരു പാട്ടുകാരെ അല്ല. നേരത്തെ ചിറ്റൻ ഗോപകുമാർ പറഞ്ഞതുപോലെ നമ്മളെ ഒക്കെ ഈ ജീവിതത്തിൽ പാട്ട് കേൾക്കുന്നത് നമുക്കൊരു വലിയ സ്ട്രെസ് ഒഴിവാക്കാനുള്ള ഒരു ഉപായമാണ്. അപ്പോൾ അത് ഞങ്ങൾ പാട്ടിൻ്റെ ആരാധകരാണ്, പാട്ടുകാരല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പാട്ടുകാരനാന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ തിരുത്തുകയാണ്. ഇതാണ് നമ്മുടെ ജാമ്യം. അതാണ് ജാമ്യം. നമുക്ക് ഈ ഒരു സമീപകാലത്ത് ഞങ്ങളുടെ മേഖലയിൽ ഞങ്ങൾക്ക് നേരിട്ട ഒരു വലിയ നഷ്ടങ്ങളിലുണ്ടായിരുന്നു ശ്രീനിയേട്ടൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണുനാഥും ഞാനും ആദ്യം നമ്മുടെ ഒരു പാട്ട് ശ്രീനിയേട്ടന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പാടുകയാണ്. ഇത് കൈയടിച്ച് വിജയിപ്പിക്കണം കേട്ടോ. ഇത് അങ്ങനെ പാട്ടായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട ഒരു പരിപാടി. കാരണം അമൃത TV ഇപ്പം ഇവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഏത് പാട്ടാണ് പാടുന്നതെന്ന് പറയണം. കാരണം ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് ആക്ട് പ്രശ്നമുണ്ട്, നിങ്ങൾ തോന്നിയ പാട്ടുകൾ പാടിയാൽ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് വിഷ്ണുനാഥനോട് പറഞ്ഞത്, പേടിക്കണ്ട, നമ്മൾ പാടിയാൽ കമ്പ്യൂട്ടർ മനസ്സിലാവില്ല അത് ഇന്ന പാട്ടാന്നുള്ളത്. അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല, ധൈര്യമായിട്ട് പാടാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രീനേട്ടന് വേണ്ടി ഒരു പാട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്, ഒരു MLA ഉണ്ട്, ഒരു കാമുകനുണ്ട്. കേരള സിനിമയിലെ ഡയലോഗാ. ഇനി ഒരു ഏതാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പാട്ടിനെ പറ്റിയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം പാട്ടിനെ കുറിച്ച് അറിവുള്ള ഒരാളാണ് PC. അപ്പോൾ ഈ ONV കുറുപ്പ് സാറ് എഴുതി കൊടുത്തതിനകത്ത് നീൾമിഴി പീലി, നീൾമിഴിയിൽ
നീർമണി തുളുമ്പി എന്നാണെങ്കിലും അന്നൊക്കെ എഴുതി അയക്കുകയാണല്ലോ, വായിച്ചപ്പോൾ മാറിപ്പോയിട്ട് നീർമണി പീലിയിൽ നീർമണി തുളുമ്പി എന്ന് തന്നെ. കാരണം നീർ തുളുമ്പേണ്ട ആവശ്യമില്ലെങ്കിലും ഇത് ONV സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. പിന്നീട് ആളുകൾ എല്ലാവരും നീൽമിഴി പീലിയിൽ നിന്ന് തന്നെ ഏറ്റുപാടി, ആരും അതൊരു തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചില്ല. അങ്ങനെ ജനകീയമായിട്ടുള്ളൊരു പാട്ടാണ് അത്. തന്നെ പാട്, നിങ്ങളല്ലേ വലിയ ആള്, കൂടെ നിങ്ങൾ തന്നെ നന്നാക്ക്. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. ഓ അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറി ഇന്നെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ, വെറുമന്യനെ പോ. സുനിലേട്ടനുണ്ട് ഒരു പാട്ട്, നമുക്ക് സുനിലേട്ടന് വേണ്ടി പാടുവോ, കൂട്ടത്തിൽ പാടിയാലോ? അതെ അതെ. ഒരു അപകടം പറ്റുമ്പോൾ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. സുനിലേട്ട വാ, വരണം. ഈ ക്ഷണം സ്വീകരിച്ചേ പറ്റുള്ളൂ. പാടണ്ട, കൂടെ നിന്നാ മതി. ആഗ്രഹത്തിന് ഒരു കൈഡി കൊടുത്താൽ വരുമെന്നേ. ഇവിടെ നിന്നാ മതി. സുനിലേട്ട പാടണ്ട, ഞങ്ങള് പാടും. ഒരു തൃശ്ശൂക്കാരനെ ഇങ്ങനെ നിങ്ങള് പാടണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. വരൂ. ഇല്ല, ഞങ്ങള് പാടും. ഞങ്ങൾക്കൊരു ധൈര്യം. സുനിലേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പാടും. മയക്കം കൊടുക്ക് മോളെ. ദാ ആ മയക്കം പിടിച്ചോ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗഡിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹിറ്റായ പടം ഏതായിരുന്നു? ചെമ്മീനൊന്നും പറയരുത് കേട്ടോ ആൾക്കാര്. മമ്മൂട്ടിയുടെ മറ്റേ സിനിമയില്ലേ, മമ്മൂട്ടിയുടെ മറ്റേ മൈക്കെ പറ. ഇൻസ്പെക്ടറായിട്ടില്ല, ഇൻസ്പെക്ടർ ബൽറാം. ആ, പാട്ടില്ലാത്ത പടം തന്നെ പറയണം. ജുറാസിക് പാർക്ക് എന്ന് പറയാഞ്ഞത് നമ്മുടെ ഭാഗ്യം. ആ സമയത്ത് ഹിറ്റായ പടം ഏതാന്ന് ചോദിച്ചാൽ ഏതോ ഒരു പാട്ട് നമുക്ക് 3 പേർ കൂടെ പാടാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ ചുമയുണ്ട്. അല്ല, എന്നെ കൂടി പാടിക്കാൻ പറ്റില്ല എനിക്ക്. എന്നാ ശരി, നമുക്ക് പാടാം. നമുക്ക് സൊല്ലേണ്ട കൂട്ടത്തിൽ നിന്ന് പാടാം. മമ്മൂക്കയുടെ തന്നെ ഒരു പാട്ട് പാടിയാലോ? പാതിരാക്കിളി പാടിയാലോ? കിഴക്കൻ പത്രോസിലെ. വിഷ്ണു സാർ ഒപ്പം പിടിക്കത്തില്ലേ? ഞാൻ കൂടെ നിൽക്കാം. ഇത്ര നല്ല പാട്ടുകാരനെ ഞാൻ അറിഞ്ഞില്ല. ആ ഉണ്ടെന്ന് പാതിരാക്കിളി വരു പാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പൂവ് നുള്ളിവാ മലർക്കാടിലൂടെ വാ, കാട്ടിലാടുമീ മുളം കാടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. പാതിരാക്കിളി വരു പാൽ കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. കാലക്കി സുനിലേട്ടൻ പാവം പറ, ഞാൻ പാടിയിട്ടൊന്നുമില്ല. കാലക്കി ഒരെണ്ണം കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അല്ല, നമുക്കൊരു ചോയ്സ് കൊടുത്തല്ലോ. നമ്മൾ തോന്നിയ പോലെ പാടുന്നതിന് പകരം ഇവിടെ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ, ഞങ്ങൾ ഇന്നത് പാടി കേൾക്കണം, അതോ നിർത്തണം എന്നാണോ ആൾക്കാരുടെ ആഗ്രഹം? ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഡെപ്യൂട്ടി സ്പീക്കർ പാടി മുറുക്കി ചുവന്നതോ എന്ന് പറഞ്ഞ് ചുമപ്പിച്ചു വിടാം. ഏതാ ഒരെണ്ണം കൂടെ പറഞ്ഞാൽ നമുക്ക് പാടി അവസാനിപ്പിക്കാം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വിഷ്ണു, കലാഭവമണിയുടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. എന്നാ തുടങ്ങാം. കൂടെ കൂടുന്നോ? ഒന്ന് കയറിയാ നമുക്കിതൊക്കെ എല്ലാ ദിവസവും ഇല്ല, അതുകൊണ്ടാ പറയണേ. വാ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഒരു മൈക്കോട്. പുള്ളിക്ക് മൈക്ക് കൊടുത്താലേ പരിപാടി ഇപ്പൊ പുള്ളി നിർത്തിക്കും. വാ, ഡെപ്യൂട്ടി സ്പീക്കറാണ്. സാധാരണ മൈക്കിനാ സ്പീക്കർ. പ്രതിഭയും കൂടെ വാ. കലാഭവൻ മണിക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടാണ്. ഒരു മൈക്ക് അവിടെയും കൂടെ വാ. ഇത് തകർക്കും. ഓ, നമുക്ക് നല്ല സ്കെയിലുള്ളൊരു പാട്ടിട്ട് തന്നിട്ട് പ്രതികാരമാണ്. തുടങ്ങാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ
അവിടെ വെച്ച് നിർത്തണം. അവിടെ വെച്ച് അതാണ് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളി വീഴും. അതെ അതെ, എൻ്റെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്നവനാ നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ടെന്ന് ഓർത്തിട്ടാ. അപ്പം ഞങ്ങളുടെ ഈ എളിയ ഗായക സംഘത്തിന് നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. രമേശ് ഏട്ടാ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാട്ട് പാടി തന്നിട്ട് നമ്മുടെ അമൃത ടിവിയുടെ വക ഒരു സ്നേഹ ആദരവ് കൊടുക്കണ്ടേ? കൊടുക്കണം. വേണ്ടേ? ഓക്കെ, അതിനായിട്ട് നമ്മുടെ അമൃത ടിവിയുടെ ഡയറക്ടറിനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്, മഹാദേവ് അയ്യർ സാറിനെ കൂടെ. ഗോപകുമാർ സാറും മഹാദേവ് സാറും കൂടെ ഈ ഒരു സ്നേഹ ആദരവ് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. VC വിഷ്ണുനാഥ് സാറിനെയാണ് നമ്മൾ ആദരിച്ചത്. അടുത്തതായി VS സുനിൽകുമാർ സാറിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അടുത്തതായി U പ്രതിഭ മാമിന് കൂടെ അമൃത ടിവിയുടെ വക ഒരു സ്നേഹാദരവ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ മറ്റേ ആകാശദൂത് സിനിമയിലെ അവസാനത്തെ മോനെ പോലായി. മൊമൻറ്റോയും ഇല്ല, തെങ്ങും ഇല്ല, ഒന്നുമില്ല. വിളിച്ചു കയറ്റിയതും പാടിച്ചതും ഒക്കെ ഞാൻ. നിനക്ക് എന്തെങ്കിലും വായിക്കാൻ തോന്നുന്നുണ്ടോ ഈ സിറ്റുവേഷനിൽ? താങ്ക് യു രമേശ് ഏട്ടാ. സാർ, എപ്പോഴും നമ്മളുടെ ഒരു ചാനൽ, നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ എവിടെ അവതരിപ്പിച്ചാലും നമ്മളുടെ ഒരു നെടും തൂൺ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ അമൃത ടിവിയുടെ സ്പോൺസേഴ്സിനെ ഇവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ആദ്യം തന്നെ മെറാൾഡ ജുവൽസിൻ്റെ മിസ്റ്റർ KA സലീം, ഡയറക്ടർ ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ അബ്ദുൽ ജലീൽ ഇടത്തിൽ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെറാൾഡ ജുവൽസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മിസ്റ്റർ രഘു PM, ഫിനാൻസ് മാനേജർ ഓൺ ബിഹാഫ് ഓഫ് മിസ്റ്റർ സാജു K സുരേന്ദ്രൻ IES, മാനേജിംഗ് ഡയറക്ടർ കെറാഫെഡ്. സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തതായി പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഡോക്ടർ സൈറാം സാറിനെയും മിസ്റ്റർ സൈലേഷ് സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തതായി രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഡോക്ടർ ബിജു രമേശ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ബിജു സർ. അടുത്തതായി മിസ്റ്റർ വിഷ്ണു ഭക്തൻ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്തതായിട്ടൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് പോവാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ ഫെയിം അഖിൽ ചേട്ടനാണ്, കുട്ടി അഖിലാണ് അടുത്തതായിട്ടൊരു ഡാൻസ് പെർഫോമൻസിന് വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അഖിൽ. கத்தடிக்குது கலகலங்குது அள்ளியம்பட்ட நெருங்குது அள்ளிய பூவு தொண்டத்துக்குள்ள பூவுல எல்லாம் தேனொழுகுது வண்டுகள் எல்லாம் சுத்தி பறக்குது ஒழுகுற தேன வந்தல சப்புது 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 போது பாட்டு பாடுங்கப்பா. பப்பாளி பழமே என் தக்காளி ரசமே உங்க கிட்ட என்ன பத்தி கொஞ்சம் சொல்லு, அப்படி சொல்லலன்னா உன் மேல தாண்டி சொல்லு. அடி பப்பாளி பழமே என் தக்காளி ரசமே உங்க கிட்ட என்ன பத்தி கொஞ்சம் சொல்லு, அப்படி சொல்லலன்னா உன் மேல தாண்டி சொல்லு. அடி உருளை கிழங்கு வருவல கருண கிழங்கு துவையல பார்வையில காய்ச்சிருகடி கள்ளு, அதுல தோத்து போகும் பாருல விக்கிற புல்லு. பாடுறிய பாடு
கொஞ்சம் சொல்லு அப்படி சொல்லலன்னா உம்மல தாண்டி சொல்லு காதோறும் ஆடும் தோடு ராகம் பாடுது எனக்கு மத்தியான நேரம் கூட மோகம் கூடுது விளைஞ்சு கிடக்கு உடம்பு பார்த்தா வீரம் பொறுக்குது இந்த சமஜ பூவு அறுவடைக்கு பாரம் சுமக்குது ஆணு பொண்ணு பாதி பாதி சேட்டை செய்யற பூமி உன்னை அள்ளிக்கிட்டு போறேன் நான் தான் ஜல்லிக்கட்டு சாமி பசிக்கும் தின்னா சரிக்கும் பொண்ணு ஒரு உணவு உன் கண்ணு முன்னால காத்து கிடக்கு கைய வச்சு பழகு மலையில் ஒரு குருவி குருவி தனியா தான் சிக்கிக்கிச்சான் வேடன் கண் பார்க்க பார்க்க மனசு தீ பத்திக்கிச்சான் சிக்கிக்கிச்சான் பத்திக்கிச்சான் சிக்கிக்கிச்சான் அடி பப்பாளி பழமே என் தக்காளி ரசமே உங்கொக்கா கிட்ட என்ன பத்தி கொஞ்சம் சொல்லு அப்படி சொல்லலன்னா உம்மல தாண்டி சொல்லு Powered by Meralda Jewels, co-powered by Padapada Steady and Shine and Kerafed in association with Pride Credit Cooperative Society Limited. ഇനി അടുത്തതായിട്ട് ഒരു തകർപ്പൻ പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. യെസ്, അപ്പോൾ മഞ്ചരി ചേച്ചിയും അൻവർക്കയും കൂടെ ഒന്നുകൂടെ നമ്മുടെ വേദിയിലേക്ക് വരാൻ പോവാണ് ഈ സ്റ്റേജ് ഒന്നുകൂടെ പൊളിച്ചെടുക്കാൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മഞ്ചരി ആൻഡ് അൻവർ. சிக்கல வட்டி மடியில நான் மடிச்சிட்டேன் முத்தமும் தட்டா பூவ கொடுத்தா சக்கரை போலத்தான் பேசி சிரிப்பேன் குசாமணியும் தொட பேசி போனேன் குடிகார ஆகி போய் மச்சினி குடி தோண்டி தள்ளி புட்டா மச்சினி ஆசையா பேசாமதான் என்னையும் அக்கறையில விட்டு புட்டானே மைனரு வேட்டி கட்டி மனசுல அம்பு விட்டா வீடு மூலக்கும் முக்குக்கும் ஓடித்தான் பூடிச்சு வளைஞ்ச இடுப்ப கிள்ளி வைப்பான். இப்ப சீவி சிங்காரிச்சு அழகானா நின்னாலும் ஏதாச்சும் சாக்குதான் சொல்றான். கெட்ட கோபத்தை வச்சுக்கிட்டு கண்டபாடி கத்து நீ வழுதலிக்க அறுதல தந்த நம்ம சேர்ந்துத வச்ச பேர சின்ன சின்ன வம்ப சொல்லி குப்பை போல நீ தூக்கி போட்ட காட்டு பூச்சிதான் ஒன்ன கலக்கடிக்குதா பார்த்த அழகு எல்லாம் நேத்து வெடிஞ்சு போச்சா விட்டா மூச்சந்தி நின்னு முட்டாளா என்ன ஆக்குற மைனரு வேட்டி கட்டி மச்சினி மனசுல அம்பு விட்டா மச்சினி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சுன்னு கண்ணாடிச்சா சொந்தமா புத்தி இல்ல மச்சானே சொல்றதும் கேட்பதில்ல மச்சானே பக்கத்து வீட்டில் எல்லாம் பத்த வச்சு மொத்தமா செஞ்சு புட்ட ராவிங்கே என்ன பகலிங்கே என்ன கண்ணுள்ள வச்சேதான் காப்பானே ஒன்ன எந்த சோகமும் பக்கம் வந்தா எதிரே நின்னு போதி வெற்றி கொள்வானே துன்பங்கள் எதுவும்
അപ്പൊ ഇവിടെ കുറെ നേരമായിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മഞ്ജരി ചേച്ചി പാടിയ സമയം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രണ്ടുപേരും പാടി തന്നു. പ്രതിഭ മാം, നമുക്കത് പോരാ. മാമിന്റെ ഒരു ഫുൾ സോങ് കേൾക്കണ്ടേ? മാം പ്ലീസ്. സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പുലർനിലാവിന്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നു. കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നു. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. സ്വരപത്മരാഗങ്ങൾ തേടി നോക്കിൽ എൻ നോക്കിൽ മണിമയിൽ പീലികൾ ചൂടി. അനുരാഗിലമായ തപസ്സിൽ ജലദീപാഞ്ജലിയായി ഒരു ജലരാശിയിൽ ഒരു മഴമണിയായി പൊഴിയാൻ വരാം ഞാൻ. സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. കിനാവിൻ്റെ കാണാദ്വീപിൽ അമാവാസിരാവിൽ നിലാതാരമാമെൻ ജന്മം കണ്ടില്ല നീ. ആകാശം ഇരുൾ മൂടുമ്പോൾ മുറിവേൽക്കുന്നൊരു മനസ്സോടെ മഴ നനഞ്ഞ ശലഭം പോലെ തിരികെ യാത്രയാ. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. പുലർനിലാവിന്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നു. കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നു. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു. അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. പരിമിതികളെയും പ്രതിസന്ധികളെയും തന്റെ പ്രതിഭ കൊണ്ട് പൊരുതി തോൽപ്പിച്ച ഒരു മികച്ച മിമിക്രി ആർട്ടിസ്റ്റ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, റിയാലിറ്റി ഷോ താരം എന്നിങ്ങനെ പല ഐഡന്റിറ്റികളിലാണ് ആ ബഹുമുഖ പ്രതിഭ നമുക്ക് പരിചയക്കാരനായത്. അദ്ദേഹത്തിന്റെ പേര് കണ്ണനുണ്ണി എന്നാണ്. കണ്ണനുണ്ണിയെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ദൈവം ഒരുപാട് അനുഗ്രഹിച്ച ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. അത്തരത്തില് ദൈവം ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചൊരു കലാകാരനാണ് ഉണ്ണിക്കണ്ണൻ. കാര്യം ജന്മന ഉണ്ണിക്കണ്ണന് കാഴ്ചയില്ല. ഉണ്ണിക്കണ്ണൻ നമ്മൾ ആരെയും കാണുന്നില്ല, നിങ്ങൾ ആരെയും കാണുന്നില്ല, നിങ്ങളുടെ കയ്യടി മാത്രമേ ഉണ്ണിക്കണ്ണന്റെ ചെവിയിലുള്ളൂ. പക്ഷേ ഉണ്ണിക്കണ്ണന് ദൈവം കൊടുത്ത കഴിവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരുപാട് നമ്മൾ എല്ലാ ഷോസിലും ടി വിയിലും ഒക്കെ കാണുന്ന ഭയങ്കര വൈറലായ ഒരു ഐറ്റമാണ് സ്പോട്ട് ഡബ്ബിങ്. സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിഷ്വലില് സിനിമയിൽ ഓരോ സീൻ വരും, നടന്മാർ അഭിനയിക്കും, അതിന് നമ്മൾ പുറത്ത് നിന്ന് നിങ്ങൾ കാണുക തന്നെ അതിന് ഡബ് ചെയ്യും. പക്ഷെ കാഴ്ചയില്ലാത്ത ഉണ്ണിക്കണ്ണൻ ഈ സ്പോട്ട് ഡബ്ബിംഗ് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പോവാണ്. ഉണ്ണിക്കണ്ണ, നമ്മൾ നിയമസഭയിലാണ് നിൽക്കുന്നത്. അതെ, ഒരുപാട് സന്തോഷം. ഒരുപാട് MLA-മാരും മന്ത്രിമാരും സ്പീക്കറും ഒക്കെ മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഞാനിവിടെ ചെയ്യുന്നത് സ്പോട്ട് ഡബിംഗ് ആണ്. അതായത് സാധാരണ ആൾക്കാർ വിഷ്വല് നോക്കിയിട്ടാണ് സ്പോട്ട് ഡബ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ സ്ക്രീൻ കാണുന്നില്ല. ഒരു ടൈമിംഗ് വെച്ച് നമുക്ക് സ്പോട്ട് ഡബ് ചെയ്യാം. ഓക്കെ, നല്ല കൈയ്യടി തരും അവര്. ഓക്കെ, ആദ്യമായി ജോജു ജോർജ്. അപ്പൊ തുടങ്ങാം. ആന്റണി എന്ന സിനിമയിലെ ജോഷി സാർ ഡയറക്ട് ചെയ്ത ആന്റണി എന്ന സിനിമയിലെ ജോജു ജോർജ്. തുടങ്ങാം. ആ പിള്ളേര് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവളിവനെ കൊന്നു കളഞ്ഞത്. ഐ ആം ഗോയിങ് ടു ടെർമിനേറ്റ് യു. സാറേ, ഒരു നിമിഷം. ഹലോ ജയപ്രശ്നം, അത് ഇയാളെ കണ്ട മനസ്സിലാവും. നിക്ക് സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, അവനെന്താ പറഞ്ഞ? നീ നിന്റെ അപ്പനെ കൊന്നവന്റെ കൂടെ കിടക്കണോളല്ലേടി? അടിക്കേ, അടിക്കടി അവനെ, അടിക്കടി. സെക്യൂരിറ്റി, കോൾ സെക്യൂരിറ്റി, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. നീ ആരടാ? നിന്നെ കണ്ടെന്ന് നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. നീ ഇവിടെ ഡിസ്മിസ് ചെയ്യൂടാ. നീ ഇവിടെ കാര്യത്തിനങ്ങനെ ഒരു വട്ടം പന്നി ഇടിച്ചതിന്റെ നെഞ്ചാൻ കൂടി ഞാൻ പൊട്ടിക്കും. പിന്നെ നീ പുറത്തെന്നെ കുറിച്ച് അന്വേഷിക്കും. നല്ലതാ. പേര് ആന്റണി, അന്നയുടെ ലോക്കൽ കാടി. വീണ്ടും മേടിച്ചാലോ ഇതുപോലെ? അടുത്ത ഈ ജയിലർ എന്ന സിനിമയിലെ വിനായകൻ ചേട്ടന്റെ സൗണ്ട്. ജയിലർ സിനിമയിലെ വിനായകൻ ചേട്ടന്റെ ശബ്ദം. ప్లీజ్ నాన్న, 3 பேர்ல ஒருத்தன் பண்ண தப்புக்கு இப்படி 3 பேரை காவு குத்தா எப்படி? நல்லா விசாரிச்சு பார்த்து உண்மையை கண்டுபிடிச்சு சொல்ல. விசாரிச்சு பார்த்து உண்மையா கண்டுபிடிச்சிக்கு யாரு? CBCID-யா? யார மேலெல்லாம் டவுட் எல்லாரையும் போட வேண்டியதானே? கொஞ்சம் கருணை காட்டுன. ஏய், 10 வருஷமா எங்கூட இருந்து நான் பண்றதெல்லாம் பார்த்துட்டு என்கிட்ட கருணை கேட்குறியாடா? அசிங்கப்படுத்துற, இன்சல்ட் பண்ற. ഏ തണ്ടരാജ്, അത കരുണയെ കാമേടാ. ഓക്കെ, നല്ലൊരു കേടി. ഓക്കെ, ഇനി അടുത്ത ഏതാണ് ഉണ്ണിക്കണ്ണ? അടുത്ത ബേസിൽ ജോസഫിന്റെ ശബ്ദം കേൾക്കാം. പൊന്മാൻ. നീ ചത്തില്ലടാ. അതിന് നീ ഒന്നുകൂടെ നല്ലോണം കുത്തേണ്ടി വരടാ. അങ്ങനെ കൊല്ലാൻ വേണ്ടി കുത്തിയല്ലടാ, 1000 കുത്തന്റെ മടിയിലിരിപ്പുണ്ട്. എങ്കിൽ നീ അത് എടുക്കും വരിയോ? പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തോന്നുറപ്പാക്കി കുഴിച്ചിട്ട് അതിന് മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടെന്ന് ഉറപ്പാക്കിട്ടേ നീ പോകാവൂ. ഇല്ലെങ്കിൽ ഞാൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരണ എന്റെ പൊട്ടി വയ്ക്കാൻ. നിന്നെ കൊണ്ട് ബിനിമ ഞാൻ ഒരു കൊലപാതകം ചെയ്യിപ്പിക്കോടാ. അതിന് നിന്നെ കൊന്ന് 12 കൊല്ലം ജയിലിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനേറെ പരിപാടി കയ്യിലുണ്ടോ? എങ്കിൽ നീ അത് എടുക്കടാ. ഇതിനു മുന്നേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബേസിൽ ജോസഫിന്റെ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ ഒരു കൈടുക. ഓക്കെ, അടുത്ത ഈ വിജയ് സാറിന്റെ സോങ്. വിജയ് സാർ, ഇളയ ദളപതി விஜய். என்ன சக்தி, போலீஸ் எல்லாம் வீட்டுக்குள்ள வருது, தப்பு. அப்புறம் நீ FIR போட்டிருக்கிய, அந்த 4 பேரும் நான் சொல்லித்தான் செஞ்சாங்க. அவங்கள வெளியே விட்டுற முடியாது. சரி போ, அப்புறம் பேசிக்கலாம். எப்போ பேசுறாலும் தான். இப்ப என்ன திடீர்னு? பக்கன்ற பாக்குறப்ப நீ ரைட்டா தெரிஞ்சேன், இந்த பக்கன்ற பாக்குறப்ப தப்பா இருக்கு. ஏன் அப்ப அந்த படத்தை எனக்கு பிடிக்கல? மண்ணாங்கட்டி சொல்றத மட்டும் செய். நீ சொன்ன போலீஸ் ஆனல்ல,
இப்ப நான் சொல்றேன் நல்ல பின்னாடி. சக்தி, இந்த சிவ என்ன கேட்கணும் நினைக்கிறானோ அதை தான் நீ பேசணும். நீ பேசுறதல்ல இங்க கேட்காது. ஏன் கேட்காது? கேட்கணும், கேட்டாகணும். மோதன் ஒன்று முடிவு பண்ணிட்டியா? மாத்திரம் ஒன்று முடிவு பண்ணிட்டேன். எதை மாத்த போற? உன மனுஷனாவும். இந்த சிவ எல்லாமே சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. നേരത്തെ നമ്മൾ ബേസിലിന്റെ ശബ്ദം കേട്ടില്ലേ? ബേസിലിന്റെ വോയിസ് നമ്മൾ ഈ സാധാരണ ഉണ്ണിക്കണ്ണൻ ഷോ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേര് ഒന്ന് ചോദിക്കാറുണ്ട്, ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന്, ഈ ശബ്ദം എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആവുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ഇപ്പൊ ചെയ്ത ബേസിലിന്റെ ശബ്ദം നിങ്ങൾക്ക് ഇപ്പൊ ലൈവായിട്ട് ചെയ്ത് ഒന്നുകൂടെ കേൾപ്പിച്ചു തരും. ചെയ്യാം. അപ്പൊ ജയ് ജയ് ഹേ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറയാം. ജയ് ജയ് ഹേ സിനിമയിലെ ബേസിൽ ജോസഫ്. നീ എവിടെയെല്ലാം ഭർത്താവ് ഭാര്യ ഡൈവോഴ്സ് ഭർത്താവൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണുണ്ടോ? ഭാര്യ ഹാപ്പി ആയിരിക്കും. എന്നറിയോ, പെണ്ണുകാർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റൂല. നമുക്ക് അവരില്ല പറ്റില്ല. നീ എന്നെ ഒരു ചവിട്ടി എന്ന് വിചാരിച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ചാ നിനക്ക് എന്നെ അടിക്കണോ? എന്നെ അടി. നീ ഇവിടെ കിടന്ന് ഉരുളുവേ, നിന്റെ മൂക്കാവണ്ണ അടിച്ചാൽ പൊട്ടിക്കും. ഓക്കെ, നല്ലൊരു കേടി കൊടുക്കുവോ? ഇനി ഇളയ തളപതി വിജയ് സാറിന്റെ ശബ്ദം ഒന്നുകൂടെ കേട്ടാലോ? കേൾക്കാം. സ്പോട്ടമിങ് അല്ല, നമുക്ക് ലൈവായിട്ട് പറയാം. என் நெஞ்சில் குடியிருக்கும் எனது அன்பான ரசிகர்களுக்கும் என்னுடைய நண்பர்களுக்கும் என்னுடைய வணக்கங்க. இந்த நேம சமூகத்தில் வந்ததில் ரொம்ப சந்தோஷம் இருக்கு. உங்களை எல்லாம் பார்த்ததுல ரொம்ப சந்தோஷம் இருக்கு. ஹாய் ചേട്ടാ, எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? താങ്ക്യൂ. താങ്ക് യു. ഇനി എന്തായാലും ഇത്രയും കൈ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ മലയാളത്തിന്റെ, കേരളത്തിന്റെ, തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസന്റെ ശബ്ദം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, സഞ്ജു ഫാൻസ് ഒന്ന് കേട്ടിച്ചേ. ഓക്കെ, സഞ്ജു സാംസൺ. ടെൻഷൻ ഉണ്ടാവരുന്നു ചേട്ടാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സാധാ മാച്ച് കളിക്കുന്നതല്ല. അത്രയും നാളെ കണ്ടൊരു സ്വപ്നം റിയലാവുന്നതാണ്. പിന്നെ ഒരുപാട് സന്തോഷം ചേട്ടാ. സച്ചിൻ ഭായിനെയും വിരാട് ഭായിനെയൊക്കെ കാണാൻ പറ്റും. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ബോൾ നോക്കല്ല ചേട്ടാ, ബോൾ നോക്കി വലിച്ചു വരെ അടിക്കാൻ നോക്കും ചേട്ടാ. അടുത്തായിട്ടേ നമ്മുടെ ദേശത്തിൽ നിന്ന് PC ജോർജ് സാറിന്റെ ശബ്ദം അനുകരിക്കട്ടെ. നമ്മളിപ്പോ നിൽക്കുന്നത് നിയമസഭയിലാണ്. അപ്പോ നമ്മുടെ PC ജോർജ് സാറിന്റെ ശബ്ദം. അപ്പൊ ഏതൊരു പൊതുപരിപാടിക്ക് വിളിച്ചാലും ഇപ്പൊ അദ്ദേഹം പോവത്തില്ലെന്നൊരു രൂക്ഷ വിമർശനം നേരിടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ ആദ്യം വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ വരാൻ ഏറ്റവും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 2 വാക്ക് സംസാരിക്കാൻ നമുക്ക് ക്ഷണിക്കാം. ഓക്കെ, ക്ഷണിക്കുന്നു ശ്രീ PC ജോർജ് സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലേ, ഞാനിവിടെ വരത്തില്ലാത് ഏതൊരുവിടെ പറഞ്ഞേ? ആ പറഞ്ഞവന്റെ തന്തയായിരിക്കും പറഞ്ഞ, ഞാനല്ല. ഞാൻ വളരെ ഭാരപരമായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്റെ കരിവാരത്തേക്കാൻ വേണ്ടി കുറെ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത്രയും ആൾക്കാർ ഇപ്പോഴല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നേ വരെ എന്റെ വായിന്നൊരു ചെറ്റവർത്താനം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ മോശമായിട്ട് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനേ കുടുംബത്തിൽ പറഞ്ഞവരാ. എന്തിനാണ് ഈ തെണ്ടികൾ ചെറ്റവർത്താനം പറയുന്നത്? ഇവരെയൊക്കെ പുളിച്ച തെറുകയായിരിക്കും ഞാൻ വിളിച്ചു പറയുന്നത്. താങ്ക് യു. ഒരുപാട് ഉണ്ണിക്കണ്ണന് കാണുന്നില്ലെങ്കിലും ഉണ്ണിക്കണ്ണന് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. PC ജോർജ് സാറുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. ഇതിലും വലിയ അഭിമാന നിമിഷം ഉണ്ണിക്കണ്ണന് വേറെ ഇല്ല. അപ്പോൾ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഉണ്ണിക്കണ്ണനും ഞാനും കൂടെ മടങ്ങുവാണ്. താങ്ക് യു സോ മച്ച്. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലേ നമ്മൾ കണ്ടത്. ആൻഡ് താങ്ക് യു സോ മച്ച് അഖിൽ ചേട്ടാ, ഉണ്ണിക്കണ്ണന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ. ഇനി അടുത്തതായി നമ്മളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ. ആൻഡ് അവൻ അതിലെ 3rd പ്രൈസ് വിന്നർ ആയിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. ಸಾಹಿಬಾ ಇನ್ನೇದು ಮೇಘದೂದು ಕಾತು ನಿಲ್ಪು ಸಾಹಿಬಾ ಇನ್ನೇದು ಲೋಲಗಾನ ಪಾಡಿ ನಿಲ್ಪು എന്നിലെ സാഗരം മൂകമായി മാറുവോ പിന്നിലോ ചന്ദനം പെയ്ത നാൾ വിങ്ങിയോ സാഹിബാ ಇನ್ನೇದು ಮೇಘದೂದು ಕಾತು ನಿಲ್ಪು ಸಾಹಿಬಾ.
മഴക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ മഴക്കാലം കടക്കാറ്റിൻ സ്വരം തന്നോ ഇതളാർന്ന മാറിവില്ലിൻ ചിരിവീണ ചുണ്ടിലുണ്ടോ ഒരു സാന്ത്യഗീതമൂലം എൻ സ്നേഹസാധകം സാഹിബ 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 എന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹിബ ഇന്നേതു ലോലഗാന പാടി നിൽപ്പൂ മൊഴിച്ചെപ്പിൻ തളിർമോഹം വരം കേൾക്കേ നിൻ മിഴിക്കുമ്പിൾ കുളിർ നാണം തലോടുന്നോ അലിവാർന്ന നോവു പാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു ശില്പം എൻ പ്രാണസങ്കടം സാഹിബ 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 ഇന്നേതു മേഘദൂതു കാത്തു നിൽപ്പൂ സാഹിബ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം മോഹമായി വാർന്നുവോ പിന്നിലാ ചന്ദനം പെയ്ത നാൾ വിങ്ങിയോ ഒരു അടിച്ചുപൊളി സോങ്ങിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ കണ്ടസ്റ്റന്റ്സ് ആണ് പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം യശ്, അർജുൻ ആൻഡ് ഹന. Jingle ja, jingle jingle ja, jingle ja, jingle jingle ja, jingle ja, jingle jingle ja, jingle ja, jingle jingle ja. Jingle ja, jingle jingle ja, 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 jingle jingle ja, jingle ja, jingle jingle ja, jingle ja, jingle jingle ja, jingle ja, jingle jingle ja. இந்த சுந்தர பள்ளிய இன்னும் சுந்தர ஹோட்டங்க இந்த சக்கர கட்டிய சேர்த்து பொங்கல கண்ட இங்க கங்கா கொடுத்தூங்க அடுத்து சேர்த்துக்க உலையில அறம் பொருளின்பம் மூணையும் சேர்த்து மூட்டுங்க ஜிங்கஜா ஜிங்கஜா பந்தலுக்கு இசானி மூல ஜிங்கஜா ஜிங்கஜா பத்தமா பல்லம் பச்சாச்சு ஜிங்கஜா ஜிங்கஜா குங்குமம் மஞ்சளும் சேர்த்தாச்சு ஜிங்கஜா ஜிங்கஜா மங்களமும் மங்களம் உண்டாச்சு. சுயம்பரத்தில் தேர்ந்தமையே மகிழ்ந்தாங்க தூரத்து சொர்க்கத்தில நிச்சயம் செய்யாமல்
விட்டது நட்பிலையே பிடிச்ச ஏகலட்சுமி ஜிங்க ஜிங்க ஜிங்கேஜா பெருசுங்க சம்மதிச்சு ஜிங்க ஜிங்க ஜிங்கேஜா சம்மதம் செய்யாட்டி ஜிங்க ஜிங்க ஜிங்கேஜா பிரசவம் முடிஞ்சதும் தான் பந்தலுக்கு இசானி மூலை பத்தம்மா பல்லம் விட்டாச்சு குங்குமம் மஞ்சளும் சேர்த்தாச்சு மங்களமும் மங்களம் உண்டாச்சு ஒருமையிலே பேர சொல்லி அடிச்சு வைதவா பந்தலிலே பணிவ கட்டும் வேஷம் போடுற பல நாளாய் கனவில் மட்டும் பார்த்த காட்சியே முதலிரவில் தனக்கு இன்று பார்க்க போகிறார் சிங்காரமாய் சிரிப்பை அடக்கும் கள்ளி என் குளத்தில் மட்டும் மலரும் இந்த அள்ளி சிறுகுண்டு மல்லி போல் பல புள்ள குட்டிய இவ மெத்த போட போவதெல்லாம் எங்கதான் சிக்கிட்டா சிக்கிட்டா சிக்காத கால சமையலுக்கு உதவ ஆளு கிடைச்சிட்டா சம்சாரம் சொன்னதே வேதம் ஒன்று ஓதுவா பொண்டாட்டி தாசனாவே மாறுவான் ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஊருக்குள்ள பம்பு பண்ணுவான் ஜிங்கேஜா ஜிங்கே ஜிங்கேஜா வீட்டுக்குள்ள சம்பா தூக்குவான் ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஊருக்குள்ள பம்பு பண்ணுவான் ஜிங்கேஜா ஜிங்கே ஜிங்கேஜா வீட்டுக்குள்ள சம்பா தூக்குவான் ஜிங்கேஜா ஜிங்கேஜா அருந்ததி பார்த்துச்சா ஜிங்கேஜா ஜிங்கேஜா அம்மே மிதச்சாச்சா ஜிங்கேஜா ஜிங்கேஜா மிட்டிய போட்டாச்சா ஜிங்கேஜா ஜிங்கேஜா ஏடி வச்சாச்சா வந்த வெல முடிஞ்சதுங்க ஆஹா ஆஹா வந்துக்கு முதுங்க ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜா ஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ஜிங்கேஜா ஜிங்கே ஜிங்கேஜா ഇപ്പൊ നേരത്തെ പാടിപ്പോയ നമ്മുടെ മെബിന്റെ ഒരു പെർഫോമൻസ് ആണ് വീണ്ടും വരുന്നത്. ഒരു സോളോ പെർഫോമൻസ് ആയിട്ടാണ് മെബിൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം മെബിൻ. മയ്യഴി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നാളെ ഉറങ്ങാതിരുന്നോളെ എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ
എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുഖിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുഖിലോരം മുരശൊലി മുഴക്കണതാരാ? വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാതീരും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാ? ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാതീരും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. മധുവർണ്ണ പൂവല്ലേ നറുനീലപ്പൂ പോലല്ലേ, മധുവർണ്ണ പൂവല്ലേ നറുനീലപ്പൂ പോലല്ലേ, മധുരപ്പതിനേഴിൽ ലെങ്കി മറിയുന്നോളെ, ലെങ്കി മറിയുന്നോളെ, ലെങ്കി മറിയുന്നോളെ, ലെങ്കി മറിയുന്നോളെ. നിൻ ഹൃദയത്തിൻ താമരനൂലിൽ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ, ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ. നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ, നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃതിയെല്ലാം നുകരാം ഞാൻ, നിർവൃതിയെല്ലാം നുകരാം ഞാൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുഖിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുഖിലോരം
വിളി മുഴക്കണതാര വിളക്കിന്റെ നാളം പോലെ പൊന്തൂവൽ വീശും മാറ്റേറും മഴത്താവി കളിയാടി പാടാൻ നേരമാ കളിയാടി പാടാൻ നേരമാ. അങ്ങനെ നമ്മുടെ അമൃത ടിവിയുടെ കലാപരിപാടികൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്താ പറയാ, ഞങ്ങളുടെ അമൃത ടിവി ഇപ്പൊ 20 വർഷമായി എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഈ 20 വർഷം ഞങ്ങൾക്ക് നിലനിൽക്കാനും സാധിച്ചത്. അപ്പൊ ഈ 20 എന്നുള്ളതൊരു ചെറിയ നമ്പറാണ്, നമ്മളുടെ അധ്വാനം കൊണ്ടതൊരു വലിയ നമ്പർ തന്നെയാണ്. പക്ഷെ എന്നാലും 20 എന്നുള്ളത് ഇനി 30, 40, 50 അങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ കൂടണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങൾ ഇനി മുന്നോട്ടും പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനം വരെയാണ്. അപ്പോൾ ജനുവരി 26 സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങളെയും ഭരണഘടനയുടെ ശക്തിയെയും ഓർമ്മിപ്പിച്ച് ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം മുറുകെ പിടിച്ച് ഒരുമിച്ച് മുന്നേറുന്ന ജനാധിപത്യ ഇന്ത്യയുടെ ഒരുമയുടെ ദിനം കൂടിയാണ് റിപ്പബ്ലിക് ദിനം. ആ ഒരുമയുടെ അഭിമാനവും പ്രതിബദ്ധതയും പാട്ടിലൂടെ പ്രകടമാക്കുകയാണ് ഇന്നീ വേദി. രാജ്യത്തിനുള്ള സംഗീത ആദരം സമർപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ബദ്രി. चमन का नजारा वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा मेरी रूह की तस्वीर मेरा कश्मीर ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा ओ चारों तरफ तो पहले सुकून ही सुकून था आवाम को वतन से इश्क का जुनून था अब यहाँ कत्ल है अब वहाँ खून है मेरी औलाद मेरे कश्मीर से महरूम है महरूम है महरूम है महरूम है मेरा कश्मीर संवारा क्यों जब इसको यूं जड़ना था ओ मेरा कश्मीर संवारा क्यों जब इसको यूं जड़ना था खुशनुमा मंजर पे खंजर क्यों चलाया खुशनुमा मंजर पे खंजर क्यों चलाया ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा मेरी रूह की तस्वीर मेरा कश्मीर
जोड़ा मुझको पहना दे तू, मेरे बच्चे को वो जन्नत वो कश्मीर दिखा दे तू। वो मेरा गुलिस्तान बन गया शमशान, यहाँ मौत की दहलीज पे खड़ा है हर इंसान, खड़ा है हर इंसान। तमन्ना है गुजारिश है, ओ दर्द दिल की ख्वाहिश है। तमन्ना है गुजारिश है, दर्द दिल की ख्वाहिश है। डूबती कश्ती को दिला दे तू किनारा, वो अमन वो चमन का नजारा। ओ खुदाया लौटा दे कश्मीर दोबारा,